ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നേരെ ഇത് നോർത്ത് ഗേറ്റ് ആണ്. ഈ 2-ാം നമ്പർ ഗേറ്റിലൂടെ നേരെ പോയാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. കെ സുധാകരൻ ബ്രിഗേഡിൽ നിന്നാണ് ഈ ഫ്ലെക്സ് ഇവിടെ എത്തിയിരിക്കുന്നത്. തൊട്ടിപ്പുറേ അതിനോട് ചേർന്ന് ജനതയും ഞങ്ങളും ജനിതകവും അങ്ങേക്കൊപ്പം എന്നെഴുതിയ ഒരു ഫ്ലെക്സ് തൊട്ടിപ്പുറം വെച്ചിരിക്കുന്നു. പ്രായമായ സ്ത്രീക്കൊപ്പം നിൽക്കുന്ന വി ഡി സതീശന്റെ കാരുണ്യവാനായ ഒരു ചിത്രം പങ്കുവെച്ച് വി ഡി സതീശൻ മുന്നോട്ട് ചിരിച്ച് നടന്നു നീങ്ങുന്നതാണ് ആ ഫ്ലെക്സിലുള്ളത്. തലസ്ഥാനത്ത് വി ഡി അനുകൂല ബോർഡുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കെ സി അനുകൂല ബോർഡുകളോട് ചേർന്നാണ് വി ഡിയുടെ ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഫ്ലെക്സ് എന്ന് പറയുന്നത് MLA ഹോസ്റ്റലാണ്. MLA ഹോസ്റ്റലിന്റെ പുതിയ കെട്ടിടമാണ് ഈ കാണുന്നത്. അതിന് തൊട്ട് മുന്നിലായി MLA ഹോസ്റ്റലിലേക്ക് ഇറങ്ങുന്ന പ്രധാന വഴിയായിരുന്നു ഇത്. ഇപ്പോൾ ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. ആ പ്രധാന വഴിയിലാണ് ഇപ്പോൾ നാച്ചുറൽ ചോയ്സ് എന്നെഴുതിയ വി ഡി സതീശന്റെ ചിത്രം ഉള്ളത്. ഈ നാച്ചുറൽ ചോയ്സ് എന്നെഴുതിയത് ഒരു ക്യാമ്പയിൻ വാചകമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. KPCC ഓഫീസിന് മുന്നിൽ വെച്ച KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡിൽ കരിയോയിൽ പ്രയോഗം നടത്തി. V1 KC വാം വെൽക്കം ലീഡർ എന്നെഴുതിയ ബോർഡിലാണ് കരിയോയിൽ ഒഴിച്ചത്. KC വേണുഗോപാലിനെ രൂക്ഷമായി വിമർശിച്ച ഇരിക്കൂർ മണ്ഡലത്തിൽ ഫ്ലെക്സ് ഉയർന്നു. പെരിങ്ങാല, ചുണ്ണാമുക്ക് മേഖലകളിലാണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ കരുനാഗപ്പള്ളിയിലും കുന്നത്തൂർ, കുമരൻചിറയിലും പുനലൂരിലും KC അനുകൂല ഫ്ലെക്സുകളാണ് ഉയർന്നത്. KC നയിക്കട്ടെ എന്നാണ് വാചകങ്ങൾ. കുമരൻചിറയിൽ യൂത്ത് കോൺഗ്രസിന്റെ പേരിലാണ് ഫ്ലെക്സ് ബോർഡ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ചതിച്ചവർ മാറി നിൽക്കട്ടെ, ചേർത്തു നിർത്തുന്നവർ നയിക്കട്ടെ എന്നാണ് കരുനാഗപ്പള്ളി നഗരസഭയുടെ മുൻപിലെ വാചകം. പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ യൂത്ത് കോൺഗ്രസിന്റെ പേരിലാണ് ഫ്ലെക്സ് ബോർഡ്. K4 കേരളം, C4 CM എന്ന തലക്കെട്ടോടെയാണ് ബോർഡ്. ഇടുക്കി അടിമാലിയിലും മാങ്കുളത്തും രമേശ് ചെന്നിത്തലയ്ക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ച് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. UDFനെ വൻ വിജയത്തിലേക്ക് നയിച്ച പ്രചാരണ സമിതി ചെയർമാൻ രമേശ് ചെന്നിത്തലയ്ക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് വാചകം. രമേശിന് താഴെയായി KC വേണുഗോപാലും വി ഡി സതീശനും ഫ്ലെക്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വി ഡി സതീശനെ അനുകൂലിച്ച് പത്തനംതിട്ടയിൽ സാമൂഹിക കൂട്ടായ്മയുടെ പേരിൽ പ്രകടനം നടന്നു. വി ഡി സതീശനാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്. വി ഡി സതീശൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ ഒറ്റയിൽ തന്നെ ഇത്രയും പ്രവർത്തകർ ഒന്നിച്ചിന്ന് പ്രവർത്തിച്ച് ഈ ഭരണം ഈ ദുഷ്ഭരണം നശിപ്പിച്ചിട്ട് UDF ഭരണം അധികാരത്തിലേക്ക് കയറാൻ പോകുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.